കാത്തിരുന്ന് തിയേറ്ററിലെത്തിയെങ്കിലും പരാജയം ഏറ്റുവാങ്ങിയതിന്റെ നിരാശയിലാണ് തലയുടെ ആരാധകർ. അജിത് കുമാർ നായകനായി എത്തിയ ചിത്രം വിടാമുയർച്ചി ആഗോളതലത്തിൽ 126 കോടി മാത്രമാണ് നേടിയത് എന്നാണ് റിപ്പോർട്ടുകൾ. വേണ്ടത്ര വിധത്തിൽ സ്വീകാര്യത ലഭിക്കാത്ത ചിത്രം OTT-യിലേക്ക് പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിയേക്കുമെന്നാണ് സൂചന. നെറ്റ്ഫ്ലിക്സിലൂടെയാകും അജിത് കുമാറിന്റെ വിടാമുയർച്ചി OTT-യിലെത്തുക. വിടാമുയർച്ചിയുടെ ബജറ്റ് ഏകദേശം 300 കോടിക്ക് മുകളിലാണ്. സിനിമ പ്രഖ്യാപിച്ചിട്ട് 2 വർഷത്തോളമായിരുന്നു. അസർബൈജാനിലെ ചിത്രീകരണ വാർത്തകൾ നിരന്തരം ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ പലപ്പോഴും ചിത്രീകരണം തടസ്സപ്പെടുകയും ചെയ്തു. ഷൂട്ടിങ്ങിനിടെ വിടാമുയർച്ചിയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ മരിച്ചതും വാർത്തയായിരുന്നു. കലാസംവിധായകൻ മിലനാണ് ഹൃദയാഘാതത്താൽ മരിച്ചത്. പരിക്കേറ്റ അജിത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. തുടർന്ന് ആരോഗ്യം ഭേദമായി വീണ്ടും സിനിമയുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ഒടുവിൽ അജിത്തിന്റെ വിടാമുയർച്ചി എന്ന സിനിമ പ്രദർശനത്തിനായി എത്തിയെങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല എന്നതാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അജിത്ത് നായകനായി ഇതിനു മുമ്പ് തിയേറ്ററിൽ വന്നത് തുനിവാണ്. വിനോദായിരുന്നു സംവിധാനം നിർവഹിച്ചത്. അജിത്തിന്റേതായി 2 വർഷം കഴിഞ്ഞാണ് സിനിമ എത്തിയത് എന്നതും വിടാമുയർച്ചിയുടെ പ്രത്യേകതയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകർ ചിത്രത്തിൽ പ്രതീക്ഷ വെച്ചിരുന്നു. ഹിറ്റ് മേക്കർ അറ്റ്ലിയുടെ ഒരു തമിഴ് ചിത്രത്തിൽ അജിത്ത് നായകനാകുമെന്നാണ് റിപ്പോർട്ടുകൾ. സുധാ കൊങ്ങന പ്രസാദ് സംവിധാനത്തിലുള്ള ചിത്രത്തിലും അജിത്ത് നായകനായേക്കുമെന്നാണ് അനൌദ്യോഗികമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.